ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖന്നല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോക്കാം. എന്നത്തെയും പോലെ തന്നെ രാവിലെ മുതൽ രാവിലത്തെ തിരക്കിട്ട പണികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് രാവിലെ മുതൽ ഉച്ചവരെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ. നമുക്കിപ്പം ഉച്ചവരെ തന്നെയാണല്ലോ ഒരു സാധാരണ വീട്ടമ്മമാരുടെ ഒരു ദിവസവും അല്ലെങ്കിൽ തിരക്ക് കാര്യങ്ങൾ എന്ന് പറയുന്നത്. രാവിലെ മുതൽ ഉച്ചവരെയുള്ള ആ ഒരു വീട്ടിലത്തെ പണിയും കാര്യങ്ങളാണ്. പിന്നെ ഉച്ചവരെയൊക്കെ കഴിഞ്ഞ് നമ്മളെ കുളിയും എല്ലാം കഴിഞ്ഞാൽ പിന്നെ എനിക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഉച്ചവരെ തന്നെയാണ് പണികൾ ഉണ്ടാവുള്ളൂ. ഉച്ച കഴിഞ്ഞ് പിന്നെ കുളിയും നിസ്കാരവും ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് തന്നെയാണ് കേട്ടോ. ഫുൾ ടൈം ഇങ്ങനെ പണിയെടുത്തോണ്ട് നിൽക്കാനൊന്നും എനിക്ക് പറ്റൂല. ഞമ്മക്കും ഒരു റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണ്ടല്ലോ. അതാണ് ഞാൻ എപ്പോഴും പറയൽ കേട്ടോ. ഞമ്മക്കും വേഗം പണികളൊക്കെ ഒന്ന് തീർത്തൊന്ന് ഫ്രീ ആവണമെങ്കിൽ നമ്മൾ തന്നെ മനസ്സ് വെച്ചാൽ മതി കേട്ടോ. ഒന്ന് വേഗം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വേഗം ചെയ്ത് തീർക്കുക. അല്ലെങ്കിൽ ഒരു പണി കഴിഞ്ഞിട്ട് തന്നെ അടുത്ത പണി എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടൊന്നും നിൽക്കരുത്. എന്താ വെച്ചാൽ വേഗം അങ്ങോട്ട് ഓരോന്നും കിട്ടുന്ന ഗ്യാപ്പിൽ അങ്ങോട്ട് മെല്ലെ ചെയ്ത് അങ്ങോട്ട് തീർക്കുക കേട്ടോ. എന്നാലൊക്കെ തന്നെ ഞമ്മക്കും ഒരു റെസ്റ്റും ഒരു ഫ്രീ ആയിട്ട് നമ്മളതായിട്ടുള്ള ആ ഒരു ഇതിലൊക്കെ ഞമ്മക്കും വേണ്ട ഇരിക്കുക. എന്തായാലും ഞാൻ അങ്ങനെയാണ്. പിന്നെ അഥവാ നമ്മൾ വൈകുന്നേരത്തേക്ക് ചോറും കറിയൊക്കെ ആക്കാനൊക്കെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഉച്ചക്കത്തേക്കൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള സമയത്തൊക്കെ ചിലപ്പം നമ്മൾ ഉച്ചക്ക് വെക്കാണ്ടിരിക്കും. അപ്പൊക്കെ വൈകുന്നേരം ഉണ്ടാക്കുക എന്നല്ലാതെ പിന്നെ നോമ്പിനൊക്കെയാണ് ഉച്ച കഴിഞ്ഞിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളും, അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുക, അല്ലെങ്കിൽ വിരുന്നുകാർ വരുമ്പോൾ ആക്കുക. അങ്ങനെയൊക്കെയാണ് പിന്നെ വൈകുന്നേരം അങ്ങനെ ഒരു കുക്കിങ്ങിലേക്ക് പോവുക. ഞാൻ സാധാരണ ഉച്ചക്കത്തേക്കും രാത്രിക്കേക്കും ഉള്ളത് ഒരുമിച്ച് വെക്കൽ തന്നെയാണ് കേട്ടോ. 2 വട്ടം ഈ അടുപ്പത്ത് പോയി ഉണ്ടാക്കാൻ മാത്രമൊന്നും ഇല്ലല്ലോ. എന്തായാലും ഇന്നത്തെ ചായക്കടി പറയുന്നത് ദോശയാണ് കേട്ടോ. ദോശയും ചെറുപയർ കറിയും ആണ്. അപ്പം ഞാൻ ആദ്യം തന്നെ വേഗം തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം ചായക്കുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. തീ കത്തിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ അടുപ്പ് കത്തിക്കണ ആ ഒരു ഓർമ്മയാണ് കേട്ടോ. എന്തായാലും ഗ്യാസുമ്മൽ ചായക്കുള്ള വെള്ളം വെച്ച് കൊടുത്തു. അതൊക്കെ തിളച്ചു. ചായ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ദാട്ടോ വേഗം ചെറുപയർ കുക്കറിൽ ഇട്ടിട്ടില്ല. വേഗം ഞാൻ പിന്നെന്താണ് ദോശക്കുള്ള മാവൊന്ന് അരച്ച് അരിയൊന്ന് അരച്ച് മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതും ഒന്ന് ചുട്ടെടുക്കണം. ഈ ഒരു ദോശ ഒരു ദേശീയ ഭക്ഷണം തന്നെയാണ് കേട്ടോ. നമ്മളിവിടെ എന്നല്ല, ഞാൻ മറ്റുള്ളവരുടെ വീഡിയോസ്, നാട്ടിലുള്ള ആൾക്കാരൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എല്ലായിടത്തും ഈ ഒരു ദോശ ഒരു ദേശീയ കടി തന്നെയാണ് കേട്ടോ. ഏതൊരു വീട്ടിലും ആഴ്ചക്ക് ഒരു വട്ടമെങ്കിലും അതിൻ്റെ ആ ഒരു ഒച്ച അങ്ങനെ കേട്ടിട്ടില്ലെങ്കിലേ ഒരു സമാധാനം ഉണ്ടാവില്ല അല്ലേ. എന്താ ഇപ്പോൾ കടി ഉണ്ടാക്കുക ചോദിച്ചാൽ വേഗം ഒരിച്ചിരി പച്ചരി അങ്ങോട്ട് വെള്ളത്തിലിട്ടാൽ ദോശയായി. അതിൻ്റെ കൂടെ പിന്നെ ഏത് കറി വേണമെങ്കിലും ചേരും ചെയ്യുമല്ലോ. ഏത് കറി കൂട്ടിയിട്ട് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഈ പത്തിരി നൂൽപുട്ടൊക്കെ ഇറച്ചിക്കറി അതൊക്കെ ഉണ്ടെങ്കിലാണല്ലോ നമുക്കൊരു കോമ്പിനേഷൻ ഒന്ന് റെഡി ആവുക. ദോശക്ക് പിന്നെ അങ്ങനത്തെ അഹങ്കാരമൊന്നും ഇല്ല കേട്ടോ. പാവം ഒരു ചമ്മന്തി ആണെങ്കിൽ വരെ മൂപ്പരെ നമുക്ക് കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കാം. അപ്പം ഞാൻ മാവ് അവിടെ അരച്ച് വെച്ചിട്ട് പിന്നെ ഇതാട്ടോ ചെറുപയർ വെള്ളത്തിലൊന്നും ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും ചെറുപയർ വെള്ളത്തിലിടാൻ മറക്കും. ആ മറക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചെറുപയർ വെള്ളത്തിൽ ഇട്ടിട്ട് ഇല്ലെങ്കിലും അത് വേവുന്നുള്ള ആ ഒരു ചിന്ത നമുക്കുണ്ടല്ലോ മനസ്സിൽ. അതുകൊണ്ടാണ് കേട്ടോ അത് മറക്കണത്. ഞാൻ അധികം ചെറുപയർ അങ്ങനെ വെള്ളത്തിലിടലില്ല. കറി വെക്കാൻ അതാക്കാമെന്ന് വിചാരിച്ച വേഗം കുക്കറിലേക്ക് അങ്ങോട്ട് ഇട്ട് കഴുകി എന്താ പറയുക കുറച്ച് അധികം വെള്ളം ഒഴിച്ചിട്ട് ചെറിയൊരു സ്പൂണോ കയ്യിലോ എന്തെങ്കിലും ഒന്ന് കുക്കറിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. വെള്ളം ഒരുപാട് ഒഴിക്കുമ്പോൾ അതിങ്ങനെ ചിന്തി പുറത്തേക്ക് പോവാണ്ടിരിക്കാനാണ് കേട്ടോ. എന്തായാലും ചെറുപയറൊക്കെ ഒന്ന് കഴുകി അതിലേക്കുള്ള ചെറിയൊരു കഷ്ണം ഉള്ളിയും അതേപോലെ പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് കുറച്ചധികം വെള്ളവും ഒരു സ്പൂണൊക്കെ ഇട്ടിട്ട് എന്തായാലും വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരടുപ്പിലാവുന്നുണ്ട്. ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ ഈ ദോശക്കല്ല് ഈ ഒരു അടുപ്പിൽ വെച്ചാലേ ശരിയാവുള്ളൂ കേട്ടോ. മറ്റേതിന് അതിൻ്റെ ആ ഒരു ഇരുമ്പിൻ്റെ സാധനം ഒരു ചെറുങ്ങനെ ഈ തുരുമ്പ് വന്ന പോലെ ആയിട്ട് ഒരു ചെരിവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ല കറക്റ്റിൽ ദോശയൊക്കെ പാരുമ്പോൾ ചിലപ്പോൾ ചെരിവ് വന്നാൽ ആ ചെരിവുള്ളിടത്തേക്ക് അങ്ങനെ കട്ടിയായിട്ട് അങ്ങോട്ട് പോകൂലേ. അപ്പോൾ അതുകൊണ്ട് അപ്പുറത്തെ അടുപ്പിൽ അത് വെക്കാൻ പറ്റൂല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിമേൽ തന്നെയാണ് ദോശക്കല്ലൊക്കെ വെച്ചിട്ട് ചുടൽ. അടുപ്പത്തുനിന്ന് തന്നെ ആയിരുന്നു ചുടൽ. ഇപ്പോൾ നമുക്ക് ഏകദേശം കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം എല്ലാം അടുപ്പത്തേക്ക് മാറ്റണം. അടുപ്പത്തേക്ക് ദോശക്കല്ല് വെക്കാൻ പറ്റൂല കേട്ടോ. ഒന്നാമത്തത് അതാണ് ഞാൻ മടിക്കുന്നത്. അടുപ്പ് നിറയും കാര്യങ്ങളൊക്കെ മറ്റേ പൊളിഞ്ഞ് ഇതായിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ
അതിൽ വെക്കുമ്പം കുറേ കല്ലും അതും ഇതൊക്കെ കൊണ്ടുവന്ന് വെക്കണം കേട്ടോ, ഈ ഒരു ഈ ചട്ടീനൊന്ന് ലെവലാക്കി എടുക്കാൻ. അപ്പോൾ വിചാരിക്കും എന്തായാലും വേണ്ടിയില്ല, കുറച്ചല്ലേ, നമ്മൾ കുറേ ഒന്നും ഉണ്ടാക്കണില്ലല്ലോ, അപ്പോൾ പിന്നെ വേഗം ഇതിമേൽ തന്നെ അങ്ങോട്ട് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ രാവിലെ കുട്ടികൾക്ക് ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്നാൽ നമ്മൾ റൊട്ടീനും കാര്യങ്ങളൊക്കെ ഇനിയും ഇപ്പോഴത്തേനെക്കാട്ടി ഒന്നും കൂടെ അങ്ങോട്ട് ചേഞ്ച് ആവും. കാരണം അവർക്ക് ഒരു 8:30 ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും മക്കൾക്കൊക്കെ പോവേണ്ടതുകൊണ്ട് തന്നെ അടുപ്പ് കത്തിച്ച് പിന്നെ എന്താ പറയുക, അതിന്മേൽ ഇങ്ങോട്ട് നിൽക്കാനുള്ള ഒരു ടൈമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പം നിച്ചുമോക്ക് സ്കൂളിലേക്ക് ചോറും കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ ചോറ് അടുപ്പത്തു നിന്ന് ആക്കുമ്പോൾ കടിയൊക്കെ നമുക്ക് ഗ്യാസുമ്മ തന്നെ ആക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ഇത് അങ്ങനെ അങ്ങോട്ട് ചുടുന്നുണ്ട് കേട്ടോ. ഞാൻ കറി ഇപ്പുറത്തുനിന്ന് ആവുന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ പിന്നെ നാസിയും കൂടെ ദാട്ട ചായ കുടിക്കുന്നുണ്ട്. ഓർക്ക് പിന്നെ കറി അങ്ങനെ വേണമെന്നുള്ള നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. അധികവും അതും ഇതും പഞ്ചസാര ആണെങ്കിലും കൂട്ടിയിട്ട് ഓര് കഴിച്ചോളും. പഞ്ചസാര അധികം കൊടുക്കണത് നല്ലതല്ല എന്നറിയുന്നാലും ഞാൻ അധികമൊന്നും കോരി ഇട്ട് കൊടുക്കുകയൊന്നുമില്ല കേട്ടോ. ഞാൻ കണ്ണിൽ പൊടി ഇടാനൊരിത്തിരി അങ്ങോട്ട് ആക്കി കൊടുക്കുകയുള്ളൂ. അപ്പോൾ എന്താണ് അവരവിടുന്ന് ചായ കുടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അടുക്കളയിൽ നിലത്ത് ഒരു ഫ്ലെക്സ് മാറ്റി വിരിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും അല്ലേ. ഞാൻ ആദ്യം ഉണ്ടായിരുന്നത് പറ്റ പെരങ്ങി നാശമായിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ എന്തോ ഒരു ഇടങ്ങാറാണ്. അപ്പോൾ ഞാൻ വേറെ ഒന്ന് ഇലക്ഷൻ്റെ സമയത്തൊക്കെ കുറേ ഫ്ലെക്സും അതും ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ വലിയതൊരു പീസ് കിട്ടിയപ്പോൾ അത് കൊടുന്ന് വിരിച്ചതാണ് കേട്ടോ. പിന്നെ അതവിടെ കിടക്കട്ടെ വിചാരിച്ചത്. അത് വിരിച്ചപ്പോൾ നല്ലൊരു വൃത്തിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ കുറച്ചൊരു നിറം അങ്ങോട്ട് വന്നത് അടുക്കളക്ക്. പിന്നെ ഇതാട്ടോ ഞാൻ ദോശ ഒരടുപ്പത്തുനിന്ന് ചുടുന്നുണ്ട്. പിന്നെ എന്താണ് കറി ഇതാ ഇപ്പുറത്തുനിന്ന് വറവിട്ടെടുക്കുന്നുണ്ട്. ചെറുപയറൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് തന്നെയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു ചെറിയുള്ളിയൊക്കെ മൂപ്പിച്ച് ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ വറവ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറേ ദിവസങ്ങൾക്ക് മുമ്പുള്ള ഏതോ ഒരു വീഡിയോയിൽ ചെറുപയർ കറിയും ഇതുപോലെ എന്തോ ഉണ്ടാക്കിയപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടാലറിയാം ഒരു ഗുണവും ഇല്ല എന്നുള്ളത്. അതിപ്പോൾ കണ്ടാലും ഇങ്ങനെയപ്പോൾ പറയുക, കഴിച്ചു നോക്കിയാലല്ലേ. ചിലപ്പോൾ ഓരോരുത്തരും ഓരോരോ രീതിയിലായിക്കോട്ടോ ഉണ്ടാക്കുക. ഞാനിവിടെ എങ്ങനെയാണ് ഉണ്ടാക്കുക, നമ്മൾ വീഡിയോക്കായിട്ട് വലിയ സെറ്റപ്പും കാര്യങ്ങളും ഒന്നും ചെയ്യലില്ല കേട്ടോ. വീഡിയോ എടുക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു സജ്ജീകരണവും ഞാൻ ചെയ്യലില്ല. നമ്മളെന്താണോ അത് തന്നെയാണ് കേട്ടോ നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. പിന്നെ എന്താ പറഞ്ഞാൽ നമ്മളെ വീട് ഇപ്പോൾ ഷെഡാണ് എന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ. മാഷാ അല്ലാ അൽഹംദുലില്ലാ, അള്ളാനെ സ്തുതിക്കുകയാണ് കേട്ടോ. വേറെ ഒന്നിനും ഒരു കുറവും പടച്ചോൻ ഞങ്ങൾക്ക് തന്നിട്ടില്ല കേട്ടോ. നമുക്ക് വീട് എന്ന് പറയുന്നത് വലിയൊരു ഹിക്കുമത്ത് തന്നെയാണ്. നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് കൂട്ടുകാർ നമുക്ക് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്നൊരു വീട് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ പ്രാർത്ഥിക്കുന്നത്. ഒരു മറ്റൊരാളുടെ പ്രാർത്ഥനകളിൽ ഒരു ഇടം കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, വീട് അതിമേലേക്ക് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. മെല്ലെ തുടങ്ങണം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും പടച്ചോൻ കണക്കാക്കി ആ ഒരു സമയം വരണമല്ലോ. ഏതൊരു കാര്യത്തിനും തുടങ്ങാനായാലും ഒക്കെ അള്ളാൻ്റെ ആ ഒരു സമയം എത്തിയിട്ടുണ്ടാവില്ല. ഇൻഷാ അള്ളാ തുടങ്ങണമെന്ന് നമ്മൾ കരുതുന്നുണ്ട്. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും ഉണ്ട്. ഒരുപാട് സന്തോഷം. പക്ഷെ വേറെ ഒന്നിനും ഒരു കുറവും നമുക്കില്ല കേട്ടോ. 1000 വട്ടം റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ്. എന്തായാലും നിങ്ങളെ കമൻ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. പിന്നെ ചിലത് ഉണ്ടാവുമല്ലോ, ഒരു 100ൽ 90 നല്ലതാണെങ്കിൽ ഒരു 10% ചിലപ്പം എന്താ പറയുക ഒരു നെഗറ്റീവ് ഉണ്ടാവും. അതൊന്നും പിന്നെ മൈൻഡ് ആക്കാണ്ട് അങ്ങോട്ട് പോകുക എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഒരു പോളിസി. എല്ലാവരുടെയും ചിന്തയും എല്ലാ മനുഷ്യന്മാരും ഒരേ രീതിയിലാവണം എന്നൊന്നും ഇല്ലല്ലോ. എനിക്കറിയാം ഒരുപാട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യണത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് മതി നമുക്ക്. കുറച്ച് ആൾക്കാരാണെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ അതന്നെ വലിയൊരു കാര്യമല്ലേ. എന്തായാലും കാര്യങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു പോയതിൻ്റെ കൂട്ടത്തിൽ എന്തൊക്കെയോ ഇപ്പോൾ അവിടെ നടന്നതെന്ന് എനിക്ക് ഓർമ്മ കിട്ടണില്ല കേട്ടോ. നമ്മൾ ചായ കൂടി കഴിഞ്ഞിട്ടുണ്ടായി. ഞാൻ കടിയൊക്കെ ചുട്ട് കഴിഞ്ഞു, മക്കൾക്കൊക്കെ ചായ കൊടുത്തു, ഞാനും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം അലക്കാനുള്ള തുണികൾ മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കല്ലുമെന്ന് അലക്കാനും ഉണ്ട് കേട്ടോ. പിന്നെ മെഷീനിൽ ഇടാൻ പറ്റാത്തത് ഉണ്ടാവുമല്ലോ, അതൊക്കെ പിന്നെ ഞാൻ കല്ലിൽ തന്നെ അലക്കലാണ് കേട്ടോ. എല്ലാം ഒന്നും വാരിപ്പെറുക്കി മെഷീനിൽ ഇട്ടിട്ട് അലക്കൂല. ഇതിലിടാൻ പറ്റണത് ഇതിലിടും. അതുപോലെ പുതിയ ഡ്രസ്സുകൾ, വെള്ള ഡ്രസ്സ്, അതുപോലെ മക്കളത് ചിലപ്പോൾ ചളിയിൽ വല്ലാണ്ട് പെരങ്ങി പോയിത്തതൊക്കെ ഉണ്ടാവുമല്ലോ കുട്ടികളുടെ. അപ്പോൾ അതൊക്കെ കല്ലിൽ തന്നെയാണ് കേട്ടോ അലക്കുക. മെഷീനിൽ അലക്കിയാൽ പിന്നെ നമ്മൾ കിച്ചൺ ടവലും കാര്യങ്ങളും തുടക്കണ തുണികളും അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ പിന്നെ ഞാൻ കല്ലിൽ തന്നെയാണ് കേട്ടോ അലക്കുക. അപ്പോൾ മെഷീനിൽ ഇടാനുള്ളത് അതിൽ
ഒതുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിന് കേട്ടോ. രാവിലെ ആകുമ്പോൾ മൊത്തത്തിലെല്ലാം ഒഴിവാക്കി ഇതാക്കി അങ്ങനെയൊക്കെ കഴുകുമ്പോൾ കുറച്ച് അധികം തന്നെ ഉണ്ടാവും. രാവിലത്തെ ചായ കുടി കഴിഞ്ഞാൽ ഒരു ലോഡ് പാത്രം ഉണ്ടാവും കേട്ടോ കഴുകാൻ. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി എൻ്റെ അടിച്ചു വാരലും തുടക്കലും അതുപോലെ അലക്കിയ തുണികൾ ആറിയിടലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാട്ടോ തീ കത്തിച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ചോറിനുള്ള വെള്ളവും വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ് വെള്ളം തിളക്കലും അരിയിടലും ചോറ് വേവുമ്പോൾ അത് വാർക്കലൊക്കെ ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. എല്ലായിടത്തും ഒന്ന് വീഡിയോ ആയിട്ട് അങ്ങനെ എത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എപ്പോഴും ഒരേ രീതിയിലൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മടുത്ത് നിങ്ങൾ ഇനി ശരിയാക്കും. അതുകൊണ്ടാണ് കേട്ടോ. ഓരോ ദിവസം ഓരോന്ന് കാണിക്കും. ചിലപ്പം ചില വീഡിയോയിൽ ചിലത് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ അങ്ങനെ തിരിച്ചും മറിച്ചും പോവുകയാണ്. വലിയ വെറൈറ്റീസും കാര്യങ്ങളും കൊണ്ടുവരാൻ നമ്മൾ ഈ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു സാധാരണക്കാരായിട്ടുള്ള ആൾ തന്നെയാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ വെറൈറ്റിയും കാര്യങ്ങളൊന്നും കൊണ്ടുവരുത്ത് നടക്കൂല. നമ്മൾ ഈ ഒരു വീടും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളെ വീഡിയോയിൽ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഇപ്പോൾ ഇവിടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. മീനുണ്ടായിന് കേട്ടോ, ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് മുളകിടാൻ വേണ്ടിയിട്ട് അതൊന്ന് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ കുക്കറിൽ കുറച്ച് മുതിര ഒന്ന് രാവിലെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. മുതിര ഉപ്പേരി ആക്കാൻ വേണ്ടിയിട്ട്. മീൻ കറിയൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒന്ന് ഉപ്പേരിയും കൂടെ വേണം കേട്ടോ. എനിക്ക് ഒരു കറീൻ്റെ കൂടെ ഒരു ഉപ്പേരിയെങ്കിലും വേണേ. അപ്പോൾ ഞാൻ മീൻ പൊരിക്കാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊരു പുളിമുളകും ആക്കിയിട്ട് അങ്ങനെ കറിയാക്കിയതാണ്. പിന്നെ ഇതാട്ടോ മുതിര അതും ഒന്ന് വേവിച്ചെടുത്തിട്ട് ഒന്ന് വറവൊക്കെ ഇട്ടിട്ട് ഒന്ന് എടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചു. പിന്നെ എന്താണ് കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഒന്ന് കുത്തി ചതച്ചിട്ട് ഒന്ന് നമ്മളെ ഉപ്പേരിയും കൂടെ ഒന്ന് വറവിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആ ഒരു നമ്മളെ സാധാ ചോറും ആ മീൻ കറിയും ആ ഒരു ഉപ്പേരിയും തന്നെയാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ ഭക്ഷണം. ഉച്ചക്കും രാത്രിക്കും ഒക്കെ തന്നെയാണ്. എന്തായാലും നമ്മൾ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനെല്ലാം ക്ലീനാക്കി വൃത്തിയാക്കി ഒതുക്കി പെറുക്കി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വേഗം പോയി കുളിയും നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാട്ടോ ചോറ് വയ്ക്കുകയാണ്. മക്കൾക്കുള്ളത് പിന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ ആ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു സമാധാനം ഒരു തൃപ്തി കിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഈ ചോറ് വയ്ക്കൽ കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അന്നത്തെ ദിവസം ഇടാനുള്ള വീഡിയോസ് എഡിറ്റ് ചെയ്യലും വോയിസ് കൊടുക്കലും സേവ് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. ചിലപ്പോൾ നാസിമോൻ്റെ കൂടെ നല്ല സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങി എണീച്ച് വരും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്തായാലും ഞാൻ ചോറ് വയ്ക്കട്ടെ. കുട്ടികൾ അപ്പുറത്തുനിന്ന് ചോറ് വയ്ക്കുന്നുണ്ട്. ഇനി ഞാൻ വയ്ക്കട്ടെ. എന്തായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ടൊക്കെ ചെയ്യുക. അപ്പോൾ പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.